RDX ആദ്യ വിഷയത്തിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമീപ ചരിത്രത്തിലെങ്ങും കാണാത്തത്ര കടുത്ത പിരിമുറുക്കം രൂപപ്പെടുകയാണ്. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധവും സിന്ധു നദീജല കരാറും നമ്മൾ റദ്ദാക്കി. അട്ടാരി ബാഗ അതിർത്തി അടച്ചു താഴിട്ടു. പാക് നയതന്ത്ര പ്രതിനിധികളോട് പെട്ടെന്ന് കെട്ടിപ്പൂട്ടി രാജ്യം വിടാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. വെള്ളം തടയുന്ന നടപടി യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്നാണ് പാകിസ്ഥാന്റെ വ്യാഖ്യാനം. ഷിംല കരാറടക്കം സകല സമാധാന ഉഭയകക്ഷി കരാറുകളും ഇസ്ലാമാബാദ് മരവിപ്പിച്ചിരിക്കുന്നു. വിഘടന ഭീകരവാദികൾ ഇന്ത്യയിൽ ഇത്രയും വലിയ കൂട്ടക്കുരുതി നടത്തിയ ശേഷം നമ്മളെടുത്ത സ്വാഭാവിക നടപടികൾക്കെതിരെ മിസൈൽ പരീക്ഷിച്ച് കാണിച്ച് വ്യോമാതിർത്തി അടയ്ക്കും എന്നടക്കം പ്രഖ്യാപിച്ചും പാകിസ്ഥാൻ പ്രകോപന മറുപടിയാണ് തുടരുന്നത്. യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണോ പാകിസ്ഥാൻ? ആദ്യം കണ്ടുവരാം 59 സെക്കൻഡിൽ RDX റാപ്പ്. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർക്കും സങ്കല്പിക്കാനാവാത്ത വിധം തിരിച്ചടിയുണ്ടാകുമെന്ന് പാക് പങ്കിനെ പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി സൈനിക നടപടിയിലേക്ക് തന്നെ കടക്കുമെന്ന സൂചനയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ. ഇന്ത്യൻ നയതന്ത്ര തിരിച്ചടികൾക്ക് ശേഷവും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിന് ശേഷവും പാകിസ്ഥാന് പ്രകോപനം. 1972 ഷിംല സമാധാന കരാർ വരെ മരവിപ്പിച്ചാണ് മറുപടി. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാക് വ്യോമപാത തുറന്നു കൊടുക്കില്ല. വ്യാപാര കരാറുകളും റദ്ദാക്കി. അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്ത്യ തിരിച്ചടിച്ചു. ഏറ്റവും വലിയ തദ്ദേശീയ മിസൈൽ വേദ പടക്കപ്പലായ INS സൂറത്ത് നടത്തിയ മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നേവി പുറത്തുവിട്ടു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 6 ഭീകരരാണ് പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയത്. ഭീകരരിൽ 2 പേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കി. 20 ലക്ഷം രൂപയാണ് ഇവരുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ മേഖലയിലും ഇന്ന് സൈന്യവും ഭീകരരും ഏറ്റുമുട്ടി. ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ 59 സെക്കൻഡിൽ കണ്ടത് മാത്രമല്ല, ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും പുതിയ പുതിയ സംഭവങ്ങൾ, ചർച്ചകൾ മറ്റുമൊക്കെ നടക്കുകയാണ്. ചിന്തയ്ക്കപ്പുറമാകും തിരിച്ചടി എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി അതിശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. ഭീകരാക്രമണം രാജ്യത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിലെ പാകിസ്ഥാൻ പങ്കിനെ പരോക്ഷമായി പരാമർശിച്ച് മോദി ഇന്ന് സംസാരിച്ചു. ഭീകരരെ വെറുതെ വിടില്ല, ഭീകരതയെ പിന്തുണക്കുന്നവരെയും ശിക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അക്രമികളുടെ ഗൂഢാലോചനക്കാരുടെയും ചിന്തക്കപ്പുറമാകും തിരിച്ചടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സൈനിക നടപടിയെക്കുറിച്ചും സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നൽകി. പിന്തുണ പ്രഖ്യാപിച്ച ലോകരാജ്യങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി മനുഷ്യത്വം അവശേഷിക്കുന്നവർ ഇന്ത്യക്കൊപ്പമാണ്, രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇന്ത്യൻ നയതന്ത്ര നടപടികളിൽ പ്രകോപിതരായി പാകിസ്ഥാൻ മറുപടി നൽകി എന്നതാണ്. കലുഷിതമായിട്ടുണ്ട് ഇന്ത്യ പാക് ബന്ധം. നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് യുദ്ധത്തിന് സമാനമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. 1972 ഷിംല സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാന്റെ തീരുമാനം പുറത്തേക്ക് ഇന്ന് തന്നെയും വന്നു. ഇന്ത്യയിലേക്കുള്ള വ്യോമപാത പാകിസ്ഥാൻ അടക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി ബാധകമാവുക ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമാണ് എന്നതാണ് പ്രഖ്യാപനം. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കും എന്നും പാകിസ്ഥാൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഉടൻ മടങ്ങണം എന്നും പാകിസ്ഥാൻ ഇന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് വിസ നൽകുന്നതും അവർ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ നടപടികളുടെ ഭാഗമായിട്ട് ഷിംല സമാധാന കരാർ ഇതാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച സമാധാന കരാറാണ് ഷിംല കരാർ. 1972 ഷിംലയിൽ വെച്ച് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ കരാർ ഒപ്പുവെച്ചത്. രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ധാരണ. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖ അംഗീകരിച്ചത് ഷിംല കരാറിലൂടെയാണ് എന്നും നമുക്കറിയാം. സിന്ധു നദീജല കരാറും നമ്മൾ പരിശോധിക്കണം. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി കടന്നുള്ള ഏക ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. രാജ്യാന്തര സഹകരണത്തിലെ ഉദാത്ത മാതൃകയായി ഉയർത്തിക്കാട്ടപ്പെട്ട ഉടമ്പടിയാണ് ഈ കരാർ. സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണിത്. നമുക്ക് ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ. കിഴക്കൻ നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്ക്, മറ്റു 3 നദികൾ, പടിഞ്ഞാറൻ നദികൾ സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ ജലം പാകിസ്ഥാന്. ഇങ്ങനെയാണ് ആ കരാറിൽ ഉള്ളത്. മൊത്തം ജലത്തിൻ്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനും ലഭിക്കുന്നതാണ് ആ കരാർ. കരാർ റദ്ദാക്കപ്പെടുന്നത് കിഴക്കൻ പാകിസ്ഥാനിലെ ജലലഭ്യതയെ ബാധിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. പാക് വ്യോമ മേഖല അവരടച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങളുടെ പറക്കൽ സമയം കൂടും. മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങളുടെ പറക്കൽ സമയം കൂടും. വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 70-80 മിനിറ്റ് വരെ പറക്കൽ സമയം വർദ്ധിക്കും എന്നാണ്
വിശദാംശങ്ങൾ ലഭ്യമാവുന്നത്. കൂടുതൽ ബാധിക്കുക വടക്കേ ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിന്ന് പറന്നുവരുന്ന വിമാനങ്ങളെ ആയിരിക്കും എന്നും നമുക്കറിയാം. യാത്രാ ദൈർഘ്യത്തിനൊപ്പം ടിക്കറ്റ് നിരക്കും ഉയരാനുള്ള സാധ്യത അവിടെയുണ്ട്. കൊലയാളികൾ 6 പേരാണ് എന്ന കാര്യം ഇന്നൊന്നുകൂടെ തെളിച്ചതോടെ പുറത്തേക്ക് വന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലൂടെ അത് ഇന്നാണ് പുറത്തു വന്നത്. ഭീകര സംഘത്തിലുണ്ടായിരുന്നത് 6 പേരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ 3 സ്പോട്ടുകളിലേക്ക് 10 മിനിറ്റോളം ഈ 6 പേർ വെടിയുതിർത്തു എന്നാണ് അറിയുന്നത്. പെഹൽഗാം അക്രമികളുടെ പാക് ബന്ധം പുറത്തുവിടുകയും ചെയ്തു ജമ്മു കശ്മീർ പോലീസ്. അതിൻ്റെ വിശദാംശങ്ങൾ: അക്രമി അലി ഭായ് എന്ന തൽഹ ഭായ് പാക് പൗരനായ ലഷ്കർ ഭീകരനാണ് എന്ന് സ്ഥിരീകരിച്ച് വിവരം പുറത്തേക്ക് വന്നു. ഹാഷിം മൂസ എന്ന സുലൈമാനും പാകിസ്ഥാൻ പൗരനാണ് എന്ന് ജമ്മു കശ്മീർ പോലീസ് പറയുന്നു. മറ്റൊരു ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിനും പാക് ലഷ്കർ ബന്ധമുണ്ട് എന്ന് ഇതിനകം തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി കടന്ന ഇന്ത്യൻ ജവാനെ കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാൻ എന്ന വാർത്ത ഇന്ന് വൈകുന്നേരമാണ്. BSF ജവാന്റെ ആ വാർത്ത വൈകുന്നേരമാണ് വന്നത്. പഞ്ചാബ് അതിർത്തിയിൽ പിടിയിലായത് PK സിംഗ് എന്ന സൈനികനാണ്. മോചനത്തിനായി സൈനിക തല ചർച്ച അവിടെ നടക്കുകയാണ്. മിന്നലാക്രമണമാണോ മറുപടി? പ്രത്യാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആ സാവധാനത്തിലെ അവധാനതയോടെ ചെയ്യുകയുള്ളൂ. തിരിച്ചടി പ്രതീക്ഷിക്കുന്നതിനാൽ പാകിസ്ഥാൻ പ്രതിരോധം ശക്തമാക്കിയേക്കാം എന്നത് ഇന്ത്യ കണക്കുകൂട്ടുന്നു. ഉറി, പുൽവാമ മറുപടി സർജിക്കൽ സ്ട്രൈക്ക് മാതൃക പ്രതീക്ഷിച്ച് അവർ പ്രതിരോധിച്ചു നിൽക്കും. വ്യോമസേനയോട് സജ്ജരാകണം എന്ന് നിർദ്ദേശിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ പെട്ടെന്ന് സൈനിക നടപടിയിലേക്ക് നീങ്ങാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കി തിരിച്ചടി നൽകാനാണ് പദ്ധതി, അല്ലാതെ അതിവേഗത്തിൽ അടിക്കുക എന്നല്ല. സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി നാളെ പെഹൽഗാം സന്ദർശിക്കും എന്ന വിവരം കൂടെ നമ്മുടെ കൈവശമുണ്ട്. സേനാ മേധാവി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഭീകരരെ നേരിടാൻ സ്വീകരിച്ച നടപടികൾ നേരിട്ട് തന്നെ അദ്ദേഹം സേനാ മേധാവി വിലയിരുത്തും. വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് നിർത്താൻ ഇന്ത്യ നീക്കം, അതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി. കോവിഡ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ കാലത്ത് പോലും ബീറ്റിംഗ് റിട്രീറ്റ് നിർത്തിയിരുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നത്. ചടങ്ങ് നിർത്താനുള്ള ഉത്തരവ് തയ്യാറാക്കുന്നതായി ആണ് ഇന്ന് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉദ്ധംപൂരിൽ ഇന്നും ഭീകരരും സൈന്യവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപതിയോട് അമിത്ഷായും S ജയശങ്കറും രാഷ്ട്രപതി ഭവനിലെത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് ഇരുവരും പെഹൽഗാം സാഹചര്യം പൂർണ്ണമായി തന്നെയും വിശദീകരിച്ചു, ഔദ്യോഗികമായി തന്നെയും. കറാച്ചി തീരത്തോട് ചേർന്ന് സൈനിക അഭ്യാസം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിസൈൽ പരീക്ഷിച്ച് അവർ പ്രകോപനവും നടത്തി. അറബിക്കടലിൽ ഇന്നും നാളെയും മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പാക് മിസൈൽ പരീക്ഷണത്തിന് മറുപടിയായി ഇന്ത്യയുടെ സൈനിക അഭ്യാസവും ഇന്ന് ഉണ്ടായി. ഏറ്റവും വലിയ തദ്ദേശീയ മിസൈൽ വേധ പടക്കപ്പൽ INS സൂറത്തിൻ്റെ അഭ്യാസ പ്രകടനം ഇന്ന് ഉണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയും പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ. പാക് മിസൈലുകളെ പ്രതിരോധിക്കാൻ നേവിയുടെ കരുത്ത് തെളിയിക്കുന്ന നടപടിയായിരുന്നു അത്. സൈനികാഭ്യാസം വിജയമാണെന്ന് നാവികസേന പറഞ്ഞു. ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അത് പുറത്ത് ആളുകൾ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട്. ഇൻ്റലിജൻസ് സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കണമെന്ന് കോൺഗ്രസ് ഇന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് പാകിസ്ഥാനാണെന്ന് കോൺഗ്രസും സംശയരഹിതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് BJP കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുറന്നു തന്നെയും പറഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് സംഭവിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കശ്മീരികളെ വിരോധത്തോടെ കാണരുത് എന്ന് അഭ്യർത്ഥിച്ച് ഒമർ അബ്ദുള്ള അല്പം മുമ്പ് പ്രസ്താവന നടത്തി. കശ്മീരികൾ സമാധാനത്തിൻ്റെ ശത്രുക്കളല്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്ന് കശ്മീരികൾ ശത്രുക്കളല്ല. സിനിമയ്ക്കും വിലക്കുണ്ടായിട്ടുണ്ട്. പാക് താരം ഫവാദ് ഖാൻ നായകനാകുന്ന അബിർ ഗുലാൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ല എന്ന് തീരുമാനം തന്നെയും ഇപ്പോഴായിട്ടുണ്ട്. ഫവാദ് ഖാനൊപ്പം വാണി കപൂറും മുഖ്യവേഷത്തിലെത്തുന്ന ബോളിവുഡ് ചിത്രമായിരുന്നു അത്. വലിയ റിലീസായിട്ടായിരുന്നു വരുന്നത്. അബിർ ഗുലാൽ റിലീസ് ചെയ്യാനിരുന്നത് മെയ് 9-ാം തീയതിയാണ് ചെയ്യാനിരുന്നത്. പക്ഷേ അതിപ്പോൾ റിലീസിലേക്ക് പോവുകയില്ല. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഫവാദ് ഖാൻ ഇന്ന് രംഗത്തെത്തി. പാക് താരമാണ് അദ്ദേഹം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഹർഷൻ നടന്നിട്ടുണ്ട്. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ പല സംഭവങ്ങളും മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് തന്നെയും കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങളും മറ്റുമൊക്കെ, പുൽവാമയും മറ്റ് സംഭവങ്ങളുമൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള വലുപ്പത്തിലുള്ളത്. പക്ഷേ ഇത്രക്ക് വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മയിൽ അങ്ങനെയില്ല, അല്ലേ? അതെ, തീർച്ചയായും. പുൽവാമ ബാലാക്കോട്ട് സംഭവങ്ങളുടെ തുടർച്ചയിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതായത് ബാലാക്കോട്ട് സംഭവിക്കുന്നത് തന്നെ പുൽവാമയ്ക്കും ഉള്ള തിരിച്ചടി എന്ന മട്ടിൽ തന്നെയാണല്ലോ. അതല്ലാതെ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നത് വളരെ അപൂർവമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 50 വർഷത്തിനിടെ ആ നിലയ്ക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ
ഷിംല കരാറിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സിന്ധു നദീജല കരാറിൻ്റെ കാര്യത്തിലൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്യോമപാതയിലെ പ്രശ്നമായാലും അത് നമ്മൾ ഈ പുൽവാമയ്ക്ക് ശേഷം ആ സാഹചര്യം അങ്ങനെ തന്നെ ഉണ്ടായതാണ്. അത് സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോൾ പക്ഷേ സംഭവിക്കുന്നത് ഈ LOCയുമായി ബന്ധപ്പെട്ടടക്കം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഷിംല കരാറിൻ്റെ ഭാഗമായാണ്. അതിനെ ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയും അത് ലൈൻ ഓഫ് കൺട്രോളിനെ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് ഷിംല കരാറിൻ്റെ ഭാഗമായാണ്. മാത്രമല്ല ഉഭയകക്ഷി ചർച്ചകളിലൂടെ കാര്യങ്ങൾ നീക്കുക എന്നുള്ള സമീപനം ഷിംല കരാറിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. ആ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമാണ്. അതായത് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ ഷിംല കരാറിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകും. അല്ലെങ്കിൽ ഈ വിഷയം, കശ്മീർ വിഷയം എന്നത് വേറൊരു തരത്തിൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം. അതുമാത്രമല്ല ഈ LOCയിൽ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനെയെല്ലാം വേണമെങ്കിൽ അതിജീവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സമ്പത്ത് കൊണ്ടും മറ്റെല്ലാ പശ്ചാത്തല സൗകര്യങ്ങൾ കൊണ്ടും പാകിസ്ഥാനേക്കാൾ വളരെ വളരെ മുന്നിലാണ് ഇന്ത്യ. ചരിത്രപരമായ സാഹചര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയേക്കാൾ വളരെ മുമ്പിലായിരുന്നു സ്വാതന്ത്ര്യഘട്ടത്തിൽ പാകിസ്ഥാനെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട്. മാത്രമല്ല വ്യവസായം, ഈ വ്യാപാര കരാർ റദ്ദാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട വലിയ വ്യാപാരം ചെയ്യുന്നുണ്ട് ഈ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ നിന്ന്. 2019 ശേഷം അത് ഏതാണ്ട് 3888 കോടി രൂപയിലേക്ക് ആ വ്യാപാരം ചുരുങ്ങിയിട്ടുണ്ട്. അത് പറയുന്നത് വളരെ നാമമാത്രമായ വ്യാപാരമാണ്. അത് ഇന്ത്യയെ വലിയ കാര്യമായി ബാധിക്കുന്നതല്ല. പക്ഷേ പാകിസ്ഥാനിലെ ചെറുകിട വ്യാപാരികളെ വലിയ തോതിൽ അത് ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ ചെറുകിട വ്യാപാരികളുടെ കച്ചവടമാണ് ആ നിലയ്ക്ക് നടക്കുന്നത്. വാഗ അതിർത്തി വഴി ഇവിടേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത് ചെറുകിട വ്യാപാരികളാണ്. അവരെ ഇത് പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല സാധാരണക്കാരെ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇതെങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം വെള്ളം കൊടുക്കുന്നതിനുള്ള ഒരു കരാർ എന്ന നിലയ്ക്ക് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യം സിന്ധു നദീജല കരാറിനുണ്ടായിരുന്നു. സാധാരണക്കാരായ പാകിസ്ഥാനിലെ കർഷകർക്കാണ് അതിൻ്റെ പ്രയോജനം ചെയ്യുക എന്ന മട്ടിൽ തന്നെ എല്ലായിടത്തും എല്ലാ ഘട്ടത്തിലും വിലയിരുത്തിയിരുന്നു. മാത്രമല്ല എന്ത് പ്രകോപനം ഉണ്ടാകുമ്പോഴും ഇന്ത്യ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചിരുന്നു. കർഷകരെയും സാധാരണക്കാരെയും ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോവില്ല, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവരെ ബാധിക്കുന്ന തരത്തിലേക്ക് പോവില്ല എന്ന്. പക്ഷേ ഇതിവിടെ സാധാരണക്കാരാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ സഞ്ചാരികളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് ഏറ്റവും കർശനമായ ഒരു മെസ്സേജ് കൊടുക്കുക എന്നായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ നിലയ്ക്ക് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടി തന്നെയായി ഷിംല കരാറിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തെയും നമ്മൾ കാണണം. കാരണം അവർ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ കാശ്മീർ ഇഷ്യൂവിനെ കൊണ്ടുചെന്നെത്തിക്കുക എന്നതുകൂടിയായിരിക്കും. അതിന് നമ്മൾ എങ്ങനെയാണ് അതിൽ വീഴുമോ അതല്ല, എത്ര പ്രകോപനം ഉണ്ടായാലും അത് അതിർത്തിയിൽ തീർക്കാം എന്ന മട്ടിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇന്ത്യ മാറുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതാണ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്കെതിരായിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള ഭീകരാക്രമണമാണ്. അതിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള കൈതന്നെയുമുണ്ട് എന്ന് നമ്മുടെ സർക്കാരും മറ്റും സംശയിക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ അവരുടെ കൈവശമുള്ള സാഹചര്യത്തിൽ അതിശക്തമായിട്ട് തന്നെയാണ് ആ മറുപടി കൊടുത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് വൺ ഓഫ് ദി മോസ്റ്റ് ഡ്യൂറബിൾ ട്രാൻസ്ബൗണ്ടറി വാട്ടർ അഗ്രിമെൻറ്റ്സ് ഇൻ ദി വേൾഡ് എന്നാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം, ഞാൻ വായിച്ച കാര്യങ്ങളെല്ലാം ഈ നദീജല കരാറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നദീജല കരാറിൽ ഹർഷൻ പറഞ്ഞതുപോലെ ഇത്രക്ക് നിശിതമായിട്ടുള്ളൊരു നടപടി ഉടനടി അതിദ്രുതം നേരത്തെ ഒരു കാലത്തും എടുക്കാത്തത് നല്ല മെസ്സേജാണ് അതുകൂടെ ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണല്ലോ എന്ന മട്ടിൽ അവരുടെ കൈവശമുള്ള വലിയ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ അതിനകത്ത് ആത്യന്തികമായിട്ട് ഒരു തീവ്രവാദ ആക്രമണം നടന്നിരിക്കുന്നു. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, നാടിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത് കണ്ട് അത് ഈ തീവ്രവാദികൾക്കെതിരായുള്ള നിലപാടിലേക്ക് പോവുകയും മറ്റും ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ചർച്ചയിലൂടെയും മറ്റും കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന പാകിസ്ഥാൻ പക്ഷേ പ്രൊവോക്കേഷൻ തന്നെയാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത് എന്നത് അതീവ ഗൗരവമായിട്ട് തന്നെ കാണണം. അതൊന്ന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, പക്ഷേ ഞാൻ പലതായിട്ടൊക്കെ പലയിടങ്ങളിൽ നിന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ വളരെ അപക്വരായിട്ടുള്ള നേതാക്കൾ നയിക്കുന്നൊരു രാജ്യമായിട്ട് ഈ പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അസിം മുനീർ
അസിം മുനീറിൻ്റെ പ്രൊവോക്കേഷൻ ഉള്ള പ്രസംഗം ഇപ്പോൾ പലരും കോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളൊരു ലിങ്കായിട്ട്, അത് നടന്ന ഉടനെയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ട്, അപ്പോൾ ഒരു ലിങ്കായിട്ട് പലരും കാണുന്നത്. അസിം മുനീറിനെ പോലെ ആ രാജ്യത്തിൻ്റെ പട്ടാള മേധാവി സ്ഥാനത്തുള്ള ഒരാൾ, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പട്ടാള മേധാവി സ്ഥാനത്തുള്ള ഒരാൾ കാണിക്കുന്ന പക്വത ആ വർത്തമാനത്തിലില്ല. അതായത് ഒരു അയൽ രാജ്യത്തെക്കുറിച്ച്, അയൽ രാജ്യത്തെ മതവിഭാഗത്തെക്കുറിച്ചാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ, പ്രത്യേകിച്ചും പട്ടാള മേധാവി സ്ഥാനത്തൊക്കെയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അതും പട്ടാള മേധാവി സ്ഥാനത്ത് നിന്ന് അയാൾ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ്. ആ സംസാരം കേട്ടാൽ നമുക്കറിയാം, അത് നമ്മൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സംസാരം കേട്ടാൽ നമുക്കറിയാം, അതായത് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ്, ഒരു പടി കടന്നിട്ട് ഒരു തീവ്രവാദി നേതാവിനെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് കണ്ടാൽ പോലും നമുക്ക് സംശയിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇതര രാജ്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ശരി ഇനി പ്രശ്നത്തിലായിരിക്കുന്ന ഒരു എതിർ ശത്രു രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വെക്കുക, അങ്ങനെയല്ല, അവിടുത്തെ മതത്തെ പേര് പറഞ്ഞിട്ടാണ് ഇയാൾ സംസാരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അസിം മുനീർ അത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഒരു പട്ടാള മേധാവി പരസ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അയൽ രാജ്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ വളരെ തുറന്നടിച്ച് ഇങ്ങനെ ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇയാളെക്കുറിച്ചിട്ട് അമേരിക്കയിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒസാമ ബിൻ ലാദനാണ് പോലൊരാളാണ് അസിം മുനീർ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൺട്രോളിലായിരിക്കും പട്ടാള മേധാവി ഉണ്ടാവുക. അവിടെ പാകിസ്ഥാൻ്റെ സ്ഥിതി നമുക്കറിയാം, അങ്ങനെയല്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൺട്രോളിലല്ല ഈ പട്ടാള മേധാവികൾ, അല്ലെങ്കിൽ പട്ടാളം ആകപ്പാടെയും ചലിക്കാറ്. അത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. ഇവർക്ക് മേൽ ഇന്നിപ്പോൾ ഞാനിത് ഇന്നലെയും പറഞ്ഞു, ഇന്നും ഇന്നലെയുമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ പ്രതികരണങ്ങളും, ആ ഭാഗത്തെ രാഷ്ട്രീയ നേതാക്കൾ നടന്ന മുഴുവൻ പ്രതികരണങ്ങളിലും ഈ തീവ്രവാദികളെ തള്ളിപ്പറയുന്ന ഒരു വരിയുമില്ല. ഞങ്ങളാകെ ഷോക്കായിരിക്കുന്നു. ഈ അവിടെ കൊല്ലപ്പെട്ട ആളുകളോടും അവരുടെ ബന്ധുക്കളോടും ഞങ്ങൾക്ക് സഹതാപവും ചേർച്ചയുമുണ്ട്, ഞങ്ങൾ അവരോട് ഒപ്പം നിൽക്കുന്നു എന്നല്ലാതെ ഈ തീവ്രവാദി സംഘങ്ങളെ അതിശക്തമായ ഭാഷയിൽ തള്ളിപ്പറയാൻ അവരാരും തയ്യാറായിട്ടില്ല. അപ്പോൾ തീവ്രവാദി സംഘങ്ങളെ ഭയപ്പെടുന്ന സർക്കാർ, അവരുടെ കേന്ദ്ര സർക്കാർ, തീവ്രവാദി സംഘങ്ങൾക്ക് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സൈന്യം, ഒരു 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 തറനിലവാരത്തിലുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്ന പട്ടാള മേധാവി, അങ്ങനെ അപക്വരായിട്ടുള്ള നേതൃത്വമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് ഒട്ടും ശരിയായ രീതിയിലല്ല ഇവർ ഈ പ്രവർത്തിക്കുന്നതെന്നാണ് തോന്നുക. പക്ഷേ നിശ്ചയമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കും. അത് നയതന്ത്രപരമായിട്ടാണെങ്കിൽ അങ്ങനെ, മറ്റു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിക്കേണ്ടത്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് വിചാരിക്കേണ്ടതെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ നിലയിൽ ഇതര ലോകരാഷ്ട്രങ്ങളുടെ നല്ല പിന്തുണ സ്വാഭാവികമായിട്ടും ഇന്ത്യയോടൊപ്പമാണ് വരിക എന്ന കാര്യത്തിലും സംശയമില്ല. റൈറ്റ്, അതിലാണ് എൻ്റെ ഒരു പ്രശ്നം. അതായത് ഈ വളരെ ശക്തമായ മെസ്സേജ് തന്നെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്, പക്ഷേ നേരിട്ട് അവിടെ സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലാണല്ലോ ഈ സിന്ധു നദീജല കരാറിലെ ഇടപെടൽ എന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് ആ ഒരു കരാറിൽ നിന്നുള്ള പിന്മാറ്റം എന്നുള്ളത് എങ്ങനെയാവും അന്താരാഷ്ട്ര സമൂഹം എടുക്കുക എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വസ്തുത തന്നെയാണ്. മാത്രമല്ല സനീഷ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി ഇത് വേർപിരിയുമ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം അത് പാകിസ്ഥാൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഏറ്റവും സമ്പന്നമായ പ്രദേശം പാകിസ്ഥാൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. ജനസംഖ്യ ഇന്ത്യയേക്കാൾ കുറവാണ്, ദാരിദ്ര്യം ഇന്ത്യയേക്കാൾ കുറവാണ്. അങ്ങനെ 1947 സമ്പന്നമായ ഒരു സാഹചര്യത്തിൽ വന്നതിന് ശേഷമുള്ള തകർച്ച എന്ന് പറയുന്നത്, സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന പട്ടാള മേധാവികളുടെ ഭരണം എന്ന് പറയുന്നത് ഏതാണ്ട് അരനൂറ്റാണ്ടടുത്ത് പട്ടാള മേധാവികളുടെ കയ്യിലേക്ക് ആ രാജ്യത്തിൻ്റെ ഭരണം പോയി എന്ന് മാത്രമല്ല, സിയാവുൽ ഹക്കിൻ്റെ കാലമാകുമ്പോഴേക്ക് സമ്പൂർണ്ണ മതരാഷ്ട്രമാക്കി മാറ്റി അതിനെ. ആ മതം എന്നത് മാത്രമായി അവരുടെ ഐക്യത്തിനുള്ള ഏകരൂപം എന്നുള്ളത്. അതോടെ തന്നെ ആ രാജ്യം ഒരു പരാജിത രാഷ്ട്രമായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ മതത്തിന് ആ രാഷ്ട്രത്തെ ഐക്യരൂപത്തിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണല്ലോ ബംഗ്ലാദേശും പാകിസ്ഥാനുമായി അത് രണ്ട് കഷണമായി മാറുന്നത്. ഒരു കാലത്തും അതൊരു വിജയിച്ച രാഷ്ട്രമായോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവായ തരക്കേടില്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായി നിന്നില്ല എന്ന് മാത്രമല്ല, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമായി അത് മാറി എന്നുള്ളതാണ്. എല്ലാ ഭീകരവാദ സംഘടനകൾക്കും വേരുള്ള സ്ഥലമായി പാകിസ്ഥാൻ മാറി, അവർക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായി പാകിസ്ഥാൻ മാറി. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം കൂടി അതിന് സമാന്തരമായി സംഭവിക്കുന്നത്, ഈ പട്ടാള മേധാവികളുടെ തുടർച്ചയായ ഭരണം കൊണ്ട് ആ രാജ്യത്തിന് സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൈന്യം എന്നത് വേറൊരു തരത്തിൽ ശക്തമായി മാറി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആണവായുധങ്ങൾ കൈവശമുള്ള ഒരു രാഷ്ട്രമായി കൂടി പാകിസ്ഥാൻ മാറി, ഏറ്റവും അപകടകാരിയായ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഗോള സമൂഹത്തിൽ
സമൂഹത്തിന് മുന്നിൽ ആ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ആക്രമണം കൊണ്ട് മോശമാകേണ്ടതില്ല, അങ്ങേയറ്റം മോശമായ ഒരു പ്രതിച്ഛായയിൽ നിൽക്കുന്ന രാഷ്ട്രം തന്നെയാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെയും അനുഭവിക്കുന്നത്. ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹർഷൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, മതരാഷ്ട്രമായിട്ട് മാറി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മതരാഷ്ട്രമായിട്ട് മാറി. എന്നാൽ ആ മതം ഇപ്പോൾ എന്താണ്? ആ മതം ഇപ്പോൾ തന്നെ പ്രിന്റിലോ അല്ലെങ്കിൽ ഏതോ ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്ത് നല്ല പരിചയമുള്ള ഒരാൾ പറയുന്നൊരു കാര്യം, അഹമ്മദീയ വിഭാഗക്കാർക്കെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമീപ ദിവസങ്ങൾ ഏപ്രിൽ 15-ാം തീയതിയോ മറ്റോ അവിടെ ഒരാളെ 200 ആളുകൾ ചേരുന്ന സംഘം ഒരു അഹമ്മദീയ വിഭാഗക്കാരനെ ലിഞ്ച് ചെയ്ത് കൊന്നു. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ അഹമ്മദീയ വിഭാഗത്തിൻ്റെ ഒരു പള്ളി ദേവാലയം തകർക്കുകയായിരുന്നു. അപ്പോൾ അത് ഫോണിൽ ഷൂട്ട് ചെയ്തു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടെ കൊന്നു. അതായത് അഹമ്മദീയ വിഭാഗത്തെ മുസ്ലിം ആയിട്ട് അവർ അംഗീകരിക്കുന്നേയില്ല. അപ്പോൾ മതരാഷ്ട്രമായാൽ ഒരു രാജ്യത്തിന് വന്നുവിടാവുന്ന അപകടത്തിൻ്റെ ആണ്. അതായത് മതരാഷ്ട്രമായാൽ ഒരു രാജ്യത്തിന് വന്നുപെടാവുന്ന അപകടത്തിൻ്റെ സൂചനകൾ ഇഷ്ടം പോലെയാണ് അവിടെ നിന്ന് വരുന്നത്. ഒന്ന് ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമ്പന്നമായ രാജ്യമായിട്ട് തുടങ്ങിയിട്ട് അതിദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് പോയി. രാജ്യത്തിനൊരു കൺട്രോൾ ഇല്ലാത്ത നേതൃത്വം, പലതായിട്ടുള്ള നേതൃത്വം ഉണ്ടായി. ഈ പറയുന്ന തീവ്രവാദികളുടെ ഹബ്ബായിട്ട് മാറി. അഫ്ഗാനിസ്ഥാൻ പ്രശ്നം ഉണ്ടാകുന്നവരാണ്, ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടാകുന്നവരാണ്, ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകുന്നവരാണ്, അവിടെ നിന്നുണ്ടായി വരുന്ന ആളുകളാണ്. എന്നാൽ മതം അതിനകത്ത് ഇവർ ഞങ്ങളുടെ കൂടെയല്ല എന്ന് പറഞ്ഞ് മതത്തിനകത്തെ ചില സബ്സെക്റ്റുകളെ കൊല്ലുകയും മറ്റുമാണ്. അപ്പോൾ എന്തൊക്കെ തരം അപകടം മതരാഷ്ട്രമായാൽ ഉണ്ടാകും എന്നതുകൂടെയാണ് ഈ സംഭവവികാസങ്ങളാകെ കാണിച്ചിരുന്നതെന്ന് തോന്നുന്നു. സാധാരണ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ ആത്മാവിൽ മുറിവേൽപ്പിക്കാനാണ് ഭീകരതയുടെ വൈതാളികർ ശ്രമിച്ചത്. അവധി സമയം ആസ്വദിച്ചുകൊണ്ടിരുന്ന 26 നിസ്സഹായരെ, നിഷ്കളങ്കരായ മനുഷ്യരെ ഭീകരർ ചുട്ടുകൊന്ന അതിവേദന നമുക്ക് പെട്ടെന്നൊന്നും തീരുന്നതല്ല. ഇന്ത്യയുടെ രക്തക്കണ്ണീര് വീണ ഈ കൊടും ക്രൂരതയ്ക്ക് തക്കതായ മറുപടിയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. നമ്മുടേത് സഹിഷ്ണുതയുടെ നാടാണ്. ഹിംസയ്ക്ക് ഹിംസയല്ല നമ്മുടെ നയവും സംസ്കാരവും. പക്ഷേ ക്ഷമ നമ്മുടെ ദൗർബല്യമായി ശത്രു കാണരുത്. അതിർത്തി കടന്നുള്ള നിരന്തര പ്രകോപനം രാജ്യത്തിൻ്റെ സ്വാസ്ഥ്യ ജീവിതത്തിന് നിത്യമായ തലവേദനയായി കൂടാ. ഈ കടുത്ത പ്രകോപനത്തിന് അതുണ്ടാക്കിയ അതിവേദനയ്ക്ക് തക്ക മറുപടി നൽകാനുള്ള നീക്കത്തിലാണ് രാജ്യം. ഇപ്പോൾ സ്വീകരിച്ച ഡിപ്ലോമാറ്റിക് സ്ട്രൈക്കോ ഒരുപക്ഷെ അതിനപ്പുറമോ ചില സമയം അനിവാര്യമാകും. ഇത് അതേപോലൊരു സമയമാണെന്ന് RDX കരുതുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും സൗഹൃദ രാഷ്ട്രങ്ങളുടെ സ്ഥാനപതിമാരെയും വിളിച്ച് സർക്കാർ നിലവിലെ സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട്, അഭിപ്രായം തേടിയിട്ടുണ്ട്. അതിനെയും അഭിനന്ദനീയ നീക്കമായി RDX കരുതുന്നു.